ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മുംബൈയിൽ നിന്നും നാട്ടിലോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ടിക്കറ്റ് ഇല്ലാതെ ഞങ്ങളോട് ട്രെയിനിൽ സീറ്റിൻ്റെ അടിയിൽ കയറി വിളിച്ചിരുന്നൊരു മഹാനെ കൈയോടെ പൊക്കി. സസ്പെൻസാണ്, വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പ് അടിക്കല്. അങ്ങനെ രാവിലെ പിള്ളേരൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ എണീറ്റ ഇളയവൻ എന്നെ വിടൂല. ഇപ്പോൾ പോയിട്ട് വന്നല്ലേ ഉള്ളൂ വാപ്പച്ചി എന്ന് പറയും. ഇത് നിതിൻ ഷാ, ഞങ്ങളുടെ കസിൻ ബ്രദറാണ്. സംഭവം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അവൻ്റെ പരിപാടി. അപ്പം തിരക്കിട്ട ജീവിതത്തിൽ നിന്നും കുറച്ചൊന്ന് ഫ്രീ ആവണം, മുംബൈയിലോട്ടൊക്കെ വരണമെന്ന് എൻ്റെ അടുത്ത് വെറുതെ ഒന്ന് പറഞ്ഞതാണ്. കിട്ടിയതൊക്കെ നോക്കി ഞാൻ പറഞ്ഞ്, എടാ ഇതാണ് ബെസ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് അവനെ തട്ടിക്കൂട്ടി ഇനി വരുത്തി. നാട്ടിൽ വേറൊന്നുമല്ല, നാട്ടിൽ കളിക്കാൻ പോണതാണ്. ക്രിക്കറ്റ് കളിയുണ്ട്, പിന്നെ ഒന്ന് രണ്ട് പേഴ്സണൽ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ സഫ്നാരുടെ അടുത്ത് കാര്യമായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് പിള്ളേരുടെ കണ്ണിപ്പെടാതെ ഇറങ്ങി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ മുംബൈ ഫാമിലിയിലുള്ള സുമേഷും ഫാമിലിയും ഉണ്ട് എൻ്റെ കൂടെ നാട്ടിലോട്ട്. അവൻ കരുനാഗപ്പള്ളി വരെയാണ് ഉള്ളത്. ഓണത്തിന് അവന് നാട്ടിൽ പോകാൻ പറ്റിയില്ല, ലോക്കോ പൈലറ്റാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളുണ്ട് അവന്. അങ്ങനെ അവൻ ദീപാവലി സമയം നോക്കി നേരത്തെ ലീവൊക്കെ എടുത്ത് 1 മാസം മുന്നേ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചു. പക്ഷേ എൻ്റെ പോക്ക് പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് ഇതിലൊരു ചെറിയ കോമഡി ഉണ്ട്. ചെറിയ കോമഡിയല്ല, സംഭവം ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു ഒരു 5-6 ദിവസം മുന്നെയാണ് എടുത്തത്. വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ ടിക്കറ്റ് കൺഫേം ആയില്ല. രാവിലെ സ്റ്റാർട്ടായപ്പോഴത്തേക്കും വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെയാണ്. അപ്പം ടിക്കറ്റ് ഇല്ലായിരിക്കും ശരിക്കും നാട്ടിലോട്ട് പോകാൻ. എന്തായാലും അളിയൻ പറഞ്ഞിടാ നീ കയറിക്കോ, ഞാനില്ലേ, നമുക്ക് പോവാം. കയറിയതിന് ശേഷം ടിക്കറ്റ് എടുത്ത് സംസാരിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും ട്രെയിൻ ഓടിക്കണവനല്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യത്തിൽ അളിയൻ്റെ കൂടെ ഞാനും കയറി. അങ്ങനെ സ്റ്റേഷനെത്തി ഞങ്ങൾ കൗണ്ടറിൽ പോയൊരു സാധാ ജനറൽ ടിക്കറ്റ് എടുത്തു. അല്ലെങ്കിൽ നമുക്ക് ട്രെയിനകത്ത് കയറാൻ പറ്റത്തില്ല. കാര്യം ടിക്കറ്റ് ആൾറെഡി ഓൺലൈൻ വഴി എടുത്തേണ്ടത് ക്യാൻസലായി പോയതാണ്. ക്യാൻസലായി പോയതല്ല, വെയിറ്റിംഗ് ലിസ്റ്റാണ്, അത് ക്യാൻസലായി പോവും. അപ്പോൾ എന്തായാലും ട്രെയിനിൽ കയറണമെങ്കിൽ എത്ര വലിയ റെയിൽവേക്കാരാണെങ്കിലും കാര്യമില്ല, നമുക്ക് ടിക്കറ്റില്ലാതെ ഇത്രയും ദൂരമൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്താണെന്ന് അറിഞ്ഞൂടാ, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പാണ്. ശരിക്കും നമ്മളിതുപോലെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ അവരൊരു ഫുഡൊക്കെ കൊണ്ടുവന്ന് അത് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നത് ഒരു വല്ലാത്ത ഫീലാണ്. എന്തായാലും 2 ദിവസം ഞങ്ങൾ ഇതിനകത്താണ്, അടിച്ചു പൊളിയായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, എൻ്റെ ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ സോൾവായി. TT വന്നു, അവരുടെ സംസാരിച്ച് എക്സ്ട്രാ പൈസ അടച്ച് ഫൈനും അടച്ച് അത് സെറ്റായി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സീറ്റിനടി കയറി ഒളിച്ചിരുന്ന ആളെ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെയുണ്ട് ആശാൻ? വന്ന് പെട്ടുപോയി, കയ്യോടെ പൊക്കി ആശാന. സംഭവം ഞങ്ങൾ കയറിയപ്പോഴേ ഇങ്ങനെ ഈ ചെറിയ എലി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം കയ്യും കാലും പെട്ടിയൊക്കെ എടുത്ത് മുകളിൽ വയ്ക്കലും അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുത്തെ ക്രൂവിനെ വിളിച്ചു. അപ്പോൾ അവർ വന്ന് ഈ ഒരു കാർഡ്, ഈ യെല്ലോ കാർഡ് കൊണ്ടുവച്ചായിരുന്നു. സംഭവം നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പം ഇതുപോലെ എലിശല്യം ഉണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ ഇത്രയും ഈ 2-3 വർഷമായിട്ട് നേത്രാവതിയിൽ സ്ഥിരം പോയി വരുന്ന ആളാണ്. ഈ എലിശല്യം ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ട്രെയിനിൽ കയറിയപ്പോൾ തൊട്ട് തകർത്തുകൊണ്ടിരുന്ന പെണ്ണുങ്ങളുടെ അനക്കമൊന്നും കാണില്ല. എന്താണ് സംഭവം നോക്കിയപ്പോൾ 3 കൂടെ സൈഡിൽ നമ്മൾ വിചാരിച്ച് ഉറങ്ങാനുള്ള പരിപാടിയാണ്. സംഭവം നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്, ഊണിലും ഉറക്കത്തിലും ട്രെയിനിലായാലും ഒരേ ഒരു മനസ്സ്, ഒരേ ഒരു ലക്ഷ്യം, ബിഗ് ബോസ്. കളിച്ചായിരുന്നു, അവർ നല്ല ഇതായിരുന്നു. എന്തൊരു നല്ല മനുഷ്യരത്. അവനെ എങ്ങനെയെങ്കിലും അവനെ ഇത് വരുത്തുള്ളൂ പറഞ്ഞു ഒരു ദിവസം കാണിച്ചതോ നോക്കണ്ടാന്ന്. ഇപ്പോ ആവശ്യങ്ങൾ കറിവേപ്പിലെ പോലെ ആക്കുന്നതാണ് സ്ഥിതി. അങ്ങനെ വലിയൊരു മഴ പെയ്ത് തോർന്നു. ബിഗ് ബോസ് തീർന്നതും കിടക്കാനുള്ള പരിപാടിയായി. എൻ്റെ ലാലേട്ടാ, നിങ്ങളിതൊക്കെ എങ്ങനെ സഹിക്കുന്നുണ്ട്? അങ്ങനെ നേരം പരപരാ വെളുത്തു. വീട്ടിലേക്കാളും സുഖത്തി രാവിലത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വട്ടം കൂടി ഇരിക്കാൻ തുടങ്ങി. വേറൊന്നുമല്ല, ലുഡോ. പണ്ട് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് പണിക്ക് പോയില്ലെങ്കിലും ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാവരും കൂടെ സ്ഥിരം കളിക്കുന്നൊരു കളിയായിരുന്നു ലുഡോ. അങ്ങനെ കളിയും ചിരിയുമായിട്ട് രാവും പകലും പോയതറിഞ്ഞില്ല. സംഭവം കരുനാഗപ്പള്ളി എത്തി. സുമേഷിനും ഫാമിലിക്കും ഇറങ്ങാനുള്ള സ്ഥലം. ഏകദേശം ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ നിർത്തിയിടുള്ളൂ വണ്ടി. അതിനു മുമ്പേ സാധനങ്ങളെല്ലാം ഇറക്കണം.
അമ്മമാരുണ്ട്, അവരെ ഇറക്കണം. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ സാധനമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ശരിക്കും 2 ദിവസത്തിനടുത്തായി. നമ്മൾ ഇത്രയും നേരം സമയം പോയതറിഞ്ഞില്ല, എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട്. എനിക്കിനി കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്ര ദൂരം കാണും? ഞാൻ ഇത്രയും വന്ന ദൂരം വെച്ച് നോക്കിയാൽ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ഇനി അത്രയും സമയം പോകാനായിരിക്കും ഒരുപാട് സമയം എടുക്കുന്നത്. എന്തായാലും അവരുടെ യാത്ര പറഞ്ഞ് വണ്ടി കയറി. സംഭവം വണ്ടിയുടെ ഇന്നലത്തെ വരവ് വെച്ച് നോക്കിയാൽ ഏകദേശം 2.5 മണിക്കൂറോളം വണ്ടി ലേറ്റാണ്. ഞാൻ വിചാരിച്ചത് ഒരു 8:30 ആവും എത്തുമ്പോഴെന്നാണ്. പക്ഷേ എന്നാലും നേരത്തെ തന്നെ എത്തി. 7:20 തിരുവനന്തപുരം എത്തി. അങ്ങനെ ഇനി ഏകദേശം ഒരു 15 ദിവസത്തേക്കേ നാട്ടിലുണ്ടാവുള്ളൂ. ഇനി നാട്ടിലെ നല്ല വീഡിയോ ആയിട്ട് കാണാം. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കേ.